ഇവിടെ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ജനനേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇന്ന് കുളനാട് പഞ്ചായത്തിന്റെ സ്വീകരണമാണ്. പ്രിയപ്പെട്ടവരെ, പൂർത്തിയാക്കിയ പഞ്ചായത്തുകളിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. ഇടറോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. ഈ നാട്ടിൽ വികസനം വന്നു എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഗ്രാമാന്തരങ്ങളിലെ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. എവിടെയും കുടിവെള്ള ടാങ്കറുകൾ കാണാം. കാരണം വലിയ ജലക്ഷാമം രൂക്ഷമാണ്. അടിസ്ഥാനപരമായ ഈ ആവശ്യങ്ങളിൽ എന്ത് വികസനമാണ് നടന്നത് എന്നുള്ള ചോദ്യമാണ് ഐക്യജനാധിപത്യ മുന്നണിക്ക് ചോദിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഈ ആറന്മുളയിൽ വികസനം ഒരിടിപ്പിന്റെ കാലഘട്ടമായിരുന്നു. നിങ്ങൾക്കറിയാം, ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം പണി തീരാത്ത പാലങ്ങളും പണി തീർന്നു എന്ന് കള്ളം പറഞ്ഞ് നടത്തിയ ഉദ്ഘാടനങ്ങളും അല്ലാതെ ആറന്മുളയിൽ എന്താണ് യഥാർത്ഥ വികസനം നടന്നത് എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട്. ആറന്മുള എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് സാംസ്കാരിക ഔന്നത്യമുള്ള നാടാണ്. അത് പാർത്ഥസാരഥി ക്ഷേത്രവും ആറന്മുള കണ്ണാടി അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനം കൊടുക്കുന്ന ഒന്നാണ്. പക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് സമ്മാനം കൊടുത്തിട്ടും ആറന്മുളയ്ക്ക് എന്താണ് അതിന്റെ ഗുണം കിട്ടിയതെന്ന് ചോദിച്ചാൽ ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കാം. ആറന്മുള വള്ളസദ്യ, ആറന്മുള വള്ളംകളി, പടയണിയും പള്ളിയോടങ്ങളും ഈ നാടിനെ വ്യത്യസ്തമാക്കുന്ന എത്രയോ ആഘോഷങ്ങളുണ്ട്. അത് കൺവെൻഷനുകളായ മാരാമണ്ണും അതുപോലെ തന്നെ കുമ്പനാടും ചെറുകോൽപ്പുഴയും അടക്കം ഇവിടെ എത്രയോ അധികം ദേവാലയങ്ങൾ, പ്രശസ്തമായ അമ്പലങ്ങളുണ്ട്. ഇത്രയും സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു നാട്ടിൽ എന്തുകൊണ്ടാണ് ഒരു ലോക ടൂറിസം ഭൂപടത്തിലേക്ക് ഈ നാട് എത്തിവരാത്തത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 കൊല്ലമായി അതിനുവേണ്ടി ശ്രമിക്കാത്ത, അതിനുവേണ്ടി ഒരു പദ്ധതിയും ഇടാത്ത ജനപ്രതിനിധിയുടെ പരാജയമാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 കൊല്ലക്കാലം പൊതു രാഷ്ട്രീയ ചിത്രമെടുത്താലും അത് വിലക്കയറ്റമായിക്കൊള്ളട്ടെ, തൊഴിലില്ലായ്മ ആയിക്കൊള്ളട്ടെ, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, എന്തിനേറെ പറയുന്നു, ഇവിടെ അയ്യന്റെ മണ്ണാണ്. അയ്യന്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സംരക്ഷിച്ച സർക്കാരാണ്. കാരണം ആ സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളായവർ മുഴുവൻ CPM-ന്റെ ഉന്നത നേതാക്കന്മാരായിരുന്നു. അവരെ നാളിതുവരെയായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന സർക്കാരാണ് കേരളത്തിലെ സർക്കാർ. അതുകൊണ്ട് ഈ നാടിനെ വീണ്ടെടുക്കാൻ, ആറന്മുളയെ വീണ്ടെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ടുകൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ ഒരു വിശ്വാസം അർപ്പിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എനിക്കൊരു വോട്ട് നൽകിയതിന്റെ പേരിലോ ഒരു വോട്ട് പിടിച്ചു തന്നതിന്റെ പേരിലോ നാളെ ഒരു കാലത്തും ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ടി വരില്ല എന്ന വാക്ക് ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുതരികയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഏതൊരു നിമിഷവും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ഒരു വിളിപ്പാടകലെയുള്ള, അഹങ്കാരമില്ലാത്ത, ധിക്കാരമില്ലാത്ത ഒരു സാധാരണ മകനായി, സഹോദരനായി എന്നെ കാണാനും എൻ്റെ അടുത്തിലേക്ക് വരാനും സാധിക്കുന്ന ഉറപ്പ് പറഞ്ഞുകൊണ്ട് കൈ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് യു ഡി എഫ്.